ഓൾറെഡി നിങ്ങൾ അനൗൺസ് ചെയ്തു, ആൾക്കാർ അറിഞ്ഞു. ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചിത്തപ്പീട് വരും. ഞാൻ എന്ത് ചെയ്യാനാ സാർ, ഞാൻ സാറിൻ്റെ കൂടെ വന്നോളാം. ഇല്ല, ഞാൻ ആ പടം എടുക്കാം. അങ്ങനെയാണ് ആ പടം എടുത്തത്. അപ്പം അതിൽ താടി വെച്ച മേക്കപ്പാണുള്ളത്. കഷ്ടകാലം ഓരോ ഈ സമയത്ത് നിന്ന് ഓരോ ബുദ്ധി തോന്നും. സുരേഷ് ഇവിടെ താടി പറ്റി എല്ലാം പറഞ്ഞത്. എനിക്ക് സാധാരണ താടി വയ്ക്കുന്നത് ഞാൻ ചെയ്യാതെ ഇടയിൽ ഞാൻ ചെയ്യും. ഈ പടത്തിന് ആകർഷണം താടി വയ്ക്കാം. മറ്റേ ശങ്കരാകർഷണം താടി വെച്ച് പടം പറയും. സുമലതയാണ് എൻ്റെ നായിക. വരുന്ന വരവ് ഇസബലിലെ കൂടെ വരവ് ഞാൻ പറയാം. ഉള്ള കാശെല്ലാം കൂടെ ഇട്ട് പാടുപെട്ടിട്ട് വയനാട്ടിലൊക്കെ പോയി, വയനാട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നതും തമ്പി ഫിറ്റ്സ് വന്ന് വീഴുന്നു, എല്ലാം നാടകങ്ങൾ പോട്ടെ തട്ടിക്കൂട്ടി പടം തീർക്കും. ഇനി ഒരു 3 ദിവസം ബാക്കിയുണ്ട്. ആ ദിവസം കൂടെ എടുത്തെങ്കിൽ മാത്രമേ പടം റിലീസ് ചെയ്യാൻ പറ്റൂ. അവിടെ ഞാൻ വിതരണക്കാരനാണ്. ഞാൻ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിൽ പടം ഇറങ്ങണം. ടെൻഷനാണ്. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്നു. സത്യം ഇതൊക്കെ എങ്ങനെ ഞാൻ പറയാതിരിക്കും സിനിമയിൽ ഞാൻ സംഭവിക്കുന്നതാണെന്ന്. ഒരു ഫോൺ കോൾ. ആര്? ഞാൻ ബാലേന്ദ്രനാണ്. ഡേവിഡ് കാച്ചപ്പിള്ളിയാണ്. എന്ത് പറ്റി? ഒന്ന് കാണണമല്ലോ. ഒരു പിടിയില്ല. എനിക്കൊരു ബന്ധമുള്ള വെച്ചാൽ അങ്ങനെ സൗഹൃദം അറിയാം. പുള്ളി ഉടനെ വന്നു, കണ്ടു. അതെ, എന്നെ നമുക്ക് എന്നെ പ്രസന്റ് ചെയ്തതാണ്. ഒരു പടം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ താങ്കൾ കാണാം. ഞാൻ എന്താ സംഭവം? സംഭവം പറയില്ല. അതേക്കാൾ നല്ലൊരു ഉഗ്രം പ്രൊഡ്യൂസറാണ്. ആരാ? ബോംബെക്കാരാ. മോഹൻ എന്നാ പേര്.